എനിക്ക് 25 വർഷമായതാണ്. വാദത്തിൻ്റെ അസുഖം ഉണ്ടായതാണ്. എൻ്റെ വീട് പെരുമ്പടപ്പ് ഗോവിന്ദരവിടെയാണ്. സാന്തോമരിയ ഇടവകയാണ്. അപ്പോൾ ഗോവിന്ദയിൽ അച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ ഞാനവിടെ ധ്യാനത്തിന് പോയി. എനിക്ക് നട്ടെല്ലിന് തേയ്മാനം ഉണ്ടായിരുന്നു. വാദത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. 4 വർഷമായിട്ട് നട്ടെല്ലിന് തേയ്മാനമായിട്ട് എനിക്ക് നടക്കാനൊന്നും കുമ്പിടാനൊന്നും പറ്റില്ലായിരുന്നു. സാന്തോമരിയ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛനോട് പോയി കാണാനാ പ്രിയപ്പെട്ടവരെ, ഈ അമ്മച്ചിയുടെ സാക്ഷ്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി അമ്മച്ചിയോടെ നിൽക്കട്ടെ. അച്ഛൻ പറയാം. 15 വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചിക്ക് ഒരു വലിയ വീഴ്ച ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഡിസ്കുകൾക്ക് നട്ടെല്ലിന് ഒക്കെ ക്ഷതം സംഭവിക്കുകയും 4 വർഷങ്ങൾക്ക് അന്ന് മുതൽ കുഞ്ഞ് വീട്ടിൽ ഒരു ജോലി എടുക്കാൻ പറ്റാതെ 15 വർഷങ്ങൾ ഒരമ്മ ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ഒരു ജോലിയോ ഭാരമുള്ള പണിയോ എടുക്കാൻ പറ്റാതെ ഒരമ്മ വീട്ടിൽ കഴിയുകയാണ്. അങ്ങനെയാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മച്ചി ഡോക്ടറെ പോയി കണ്ടു. പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും കാര്യമില്ല, ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ പോയിക്കോ. ഇങ്ങനെ തന്നെ മരിക്കുന്നത് വരെ ജീവിക്കുക എന്നതല്ലാതെ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അമ്മച്ചി മടക്കി അയച്ച അമ്മച്ചിയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം പെരുമ്പടപ്പ് ആശ്രമ ദേവാലയത്തിൽ 40 മണിക്കൂർ ആരാധനയ്ക്ക് മുന്നോടിയായിട്ടുണ്ടായിരുന്ന ധ്യാനത്തിന്റെ സമയത്ത് അമ്മച്ചി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിനുശേഷം എക്സ്റേ 4 ദിവസങ്ങൾക്ക് ശേഷം, ധ്യാനം കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് മാസം 9-ാം തീയതി അമ്മച്ചി പോയി ഡോക്ടറെ കാണുകയും എക്സ്റേ എടുക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു, അതിശയകരമായിരിക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം കണ്ട തേയ്മാനങ്ങൾ ഒന്നുമില്ല. അതുമാത്രമല്ല, അമ്മച്ചിയുടെ വേദനയൊക്കെ മാറുകയും ഇപ്പോൾ ജോലികളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് സാക്ഷ്യം. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ 2 മെഡിക്കൽ റിപ്പോർട്ടുകൾക്കിടയിൽ ഈ സഹോദരി ആകെ ചെയ്തിരിക്കുന്നത് കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, ഒരു മരുന്നുള്ളൂ. ഏത് രോഗമാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കോവിഡ് ആണെന്ന് പറഞ്ഞാൽ, ഏത് രോഗമാണെന്ന് പറഞ്ഞാലും ഒരു മരുന്ന് മാത്രമേ അച്ഛന് കൊടുക്കാനുള്ളൂ. അത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. അടുത്തൊരു വചനം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, റോമ 10:13. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും, ശരീരത്തിന് രോഗമുള്ളവരും മനസ്സിന് രോഗമുള്ളവരും ആത്മാവിന് രോഗമുള്ളവരും ക്രിസ്ത്യാനികളും ആയവരും അല്ലാത്തവരും എല്ലാവരും, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും, റോമ 10:13 അഭിഷേകം, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും.